പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ പെരുന്നാളാണ്. അസാധാരണവും ഭയാനകവുമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറുന്ന സ്ഥലമാണിത്. ഇതാണ് അതിൻ്റെ ഡോറ്. അങ്ങപ്പുറത്ത് അവിടെ ലിഫ്റ്റുണ്ട്. അപ്പം ഞാനിങ്ങനെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട്, ഈ ഭാഗങ്ങളൊക്കെ ചിലർക്കൊക്കെ പരിചയമാണ്. ഞാനിങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് ഇതിലേ കൂടെ പോയി. 7:45 8:00 കുർബാന. ഞാൻ പറയുമല്ലോ, എൻ്റെ നടപ്പിന് 10-12 മിനിറ്റ് കൂടുതലില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് നടന്ന് ഇത്രയും സ്ഥലം, ഇതിപ്പോൾ ഒരു 150 മീറ്റർ കൂടുതലുണ്ടല്ലോ നടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 2 ഗേറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഇതൊരു അപ്പുറത്ത് റോഡാണ്. ഇവിടെ ഒരു വേലി ഫെൻസിങ് അതുണ്ട്. ആ പച്ച നിറത്തിലുള്ളത് അതാണ് അങ്ങേ അറ്റത്തെ കാണുന്നത്. അപ്പോൾ അവിടെയുണ്ട്. ഞാനിങ്ങനെ ഇതിലെ ആണ് നമ്മുടെ ടൗൺ ഏരിയയിലോട്ട് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ പള്ളിയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾ കണ്ടോണം. ഇത് വേറൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറാണ്. എൻ്റെ ഫ്രണ്ട് അമ്മമ്മ അവിടെയാണ് താമസിച്ചിരുന്നത്, 9ാം നിലയിൽ. ഞാൻ ഈ ഒരു കോളം കഴിഞ്ഞ്, ഈ ഒരു പില്ലർ കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലാണ്, ഈ കോളത്തിൻ്റെ മേളിലാണ് ഇവിടെ അപ്പാർട്ട്മെൻറ്റ് 13 നില നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ, ഈ കോളം കഴിഞ്ഞേച്ച് ഇങ്ങോട്ട് വരുമ്പം ഈ റെഡ് ലൈന് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു രൂപം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കണ്ടു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ സിനിമയിലൊക്കെ നമ്മുടെ മുൻവശത്ത് ഇപ്പോൾ നമ്മുടെ റിലീജിയസ് ആണ്, മാതാവ് വന്ന് പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാവ് വന്ന് ഇങ്ങനെ വെള്ള കളറിൽ വെള്ള ഉടുപ്പ് മാതിരിയുള്ളത് ഇട്ടുകൊണ്ടൊക്കെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഈ കോളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുകയാണ് വരാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനെ കണ്ടപ്പം, പിന്നീട് അവിടം വരെയാണ് പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് പോയാലാണ് അവിടുത്തെ എക്സിറ്റ് ഗേറ്റ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വേഗം നടന്നിട്ട്, ഇത് സാധനം ഞാൻ കണ്ടതാണ്, ഒരു കാർമേഘം പോലെ ഒരു സാധനമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പോയെന്ന്. അപ്പോൾ അവരെയും കണ്ടില്ല. ഇവിടെ വന്ന്, അതാണ് ഗേറ്റ്. ആ ഗേറ്റിനകത്ത് കൂടെ നോക്കുമ്പം ആ ഗേറ്റ് പുറത്ത് കടന്ന് 3 മീറ്റർ അപ്പുറത്തായിട്ട് ഇയാളെ കാണുന്നുണ്ട്. ഇത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ചാവി ഉപയോഗിച്ച് നമുക്ക് തുറന്ന് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഈ ബട്ടൺ ഇങ്ങനെ, ഈ ചുവന്ന ബട്ടൺ, ഞാനത് തൊടാതിരിക്കുന്നതുകൊണ്ടാണ്. കണ്ടോ, ഒരു സ്വരം കേട്ടല്ലോ. ആ സ്വരം അവിടെ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഗേറ്റ് തുറന്നു എന്നാണ്. അങ്ങനെ ഒരു സ്വരം കേട്ടില്ല. രണ്ടാമത് കേൾക്കാതിരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗേറ്റ് പുറത്തേക്ക് പോകണ ഒരാൾ ഈ ഗേറ്റ് തുറക്കണമല്ലോ. ഇത് തുറന്നിട്ട് ഇങ്ങനെ തന്നെത്താനെ അവിടെ നിന്ന് ബട്ടൺ അമർത്തിയപ്പോൾ ഇത് തുറക്കും, പിന്നെ ഇത് തന്നെത്താനെ അടയും. ഇതാണ് അതിൻ്റെ സ്വരം. അപ്പോൾ ആ ഫ്യൂ മീറ്റേഴ്സ് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആള് ഈ കതക് ഇങ്ങനെ തുറന്നിട്ട് അടയ്ക്കുകയാണെങ്കിൽ, ഇവിടെ മുഴുവനും മേളിൽ വരെയുള്ള നിലക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ആകും. പിന്നെ എനിക്കൊരു കാര്യം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഈ ഒരു ആൾ, എൻ്റെ മുന്നിൽ ഒരാൾ, ഞാൻ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഗേറ്റ് കാണുന്നുണ്ടല്ലോ, അവിടം വരെ ആയിട്ട് ഒരാൾ, ആദ്യത്തെ ഗേറ്റ് അവിടം വരെ ആയിട്ട് ഒരാൾ ഇങ്ങനെ ഒരു കോഫി കളറ് ജാക്കറ്റ്, ഇപ്പം ഇത്ര വലിയ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, മൈൽഡ് കളർ, അവിടം വരെ ആയിട്ടുണ്ട്. ചുവന്ന കാറ് കിടക്കുന്നുണ്ടല്ലോ, ആ കാറ് കിടക്കുന്ന അവിടം വരെ അയാൾ പോകുന്നത് കണ്ടു. അപ്പം ഞാനും നടന്ന് അതിൻ്റെ പകുതി മുക്കാലോളം ചെന്നിട്ട്, പിന്നെ ആ പാർക്ക് കാണുന്നുണ്ടല്ലോ, അതിനകത്ത് കൂടെ അപ്പുറത്ത് പോയാൽ പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ മെയിൻ കാറുകളൊക്കെ പോകുന്നുണ്ടല്ലോ, ആ മെയിൻ റോഡാണ്, ബസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതിലെ കടന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 പേര് വന്നിട്ടുണ്ട്. സംഭവങ്ങൾ നമ്മുടെ 3ാം നിലയിൽ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. ഒരു ഇച്ചിരി ഒരു തലയ്ക്കോളമുള്ള ഒരാളാണെന്ന് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തന്നെ അതൊരു കല്യാണമൊന്നും കഴിച്ചല്ല, അവരാണ്, ഈ 3 എണ്ണമാണ് അവരുടെ മക്കൾ. അതൊരു ഗോസിപ്പ് വെറുതെ നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനപ്പം എൻ്റെ ഹൃദയത്തിൽ, കാരണം ഒരു കാർമേഘം പോലെ കണ്ട ആൾ ഇവിടം വരെ, ആ ഗേറ്റിൻ്റെ അടം വരെ ആയപ്പോഴത്തേക്ക് ഒരു മനുഷ്യരൂപമാണ് പോകുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു കാര്യം നിങ്ങൾക്ക് വിവരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ തിരിച്ചിതിലെ തന്നെ കയറുകയാണ്. ആ ഒച്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കുകയും ഇത് പ്രസ് ചെയ്യാൻ കാണണം. നിങ്ങൾ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ കഥ എൻ്റെ അവിടെ ഇതാ.
കേട്ടല്ലോ. ആ സ്വരം കേട്ടിരുന്നില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഒരു മനുഷ്യൻ അതിലെ ഇറങ്ങി വരുന്നുണ്ട്, കണ്ട, ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് തുറന്ന് കഴിയുമ്പം അയാൾ അവിടെ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊരു ചാവും. അയാൾ വരുമ്പം അതിലെയാണ് ഇറങ്ങി വന്ന്, ഇപ്പോൾ ഇയാളും അങ്ങോട്ടേക്ക് തന്നെയാണ് പോണത്, ഈ അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഞാൻ ഈ അയാൾ നിൽക്കുന്നതിൻ്റെ ആ പകുതിയായ സ്ഥലത്ത് വരെ കാണണ്ടില്ല. പിന്നെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെനിക്ക് പറഞ്ഞിട്ട് പറയാനേ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റാണ് ഇത്, ഈ ആദ്യം കാണുന്നത്. ഓക്കെ, മേൽവശത്ത് 10ാം നിലയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് ആകെ കൂടെ ടോട്ടൽ 13ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്കാക്കാം ഏതാണെന്ന്. ഏറ്റവും 13, 12, 11, 10 ഒരു ഹാഫ് തുറന്നിട്ടിരിക്കുന്ന ആ വിൻഡോ ആണ് ഹസ്ബൻഡിൻ്റെ ബെഡ്റൂമാണ്. അപ്പം ഇവിടുന്ന് ഒരാൾ, ഞാൻ നടന്നു വരുമ്പോൾ, ഞാനിതിലെങ്ങനെയാണല്ലോ വന്നത്, വരുമ്പോൾ അവിടെ നിന്ന് ആരേലും അകത്തേക്ക് കയറി കഥ കടക്കുകയാണെങ്കിൽ ഇതേ സൗണ്ട് കേൾക്കും. പക്ഷേ അതങ്ങനെ ഒരു ഞാൻ അയാളെ ഫേസ് ചെയ്തുകൊണ്ട്, ഏത് വ്യക്തി വന്നാലും അയാളെ ഫേസ് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു കഥ കടക്കുന്ന ഇത് ഭയങ്കര ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിലേ നടന്നു വന്ന് ആരും എന്നെ അവിടെ എൻകൗണ്ടർ ചെയ്തിട്ടായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പറയുമ്പോൾ തന്നെ എന്തോ മാതിരിയൊക്കെ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കതകും ഞങ്ങൾക്ക് 3 മനുഷ്യർക്ക് വരാൻ പറ്റുന്ന 3 എക്സിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഒരെണ്ണം. നമുക്കിതൊന്ന് വെറുതെ തുറന്നൊരു സ്വരം വെറുതെ ഒന്ന് കേൾപ്പിച്ച കഥ. ഇപ്പോൾ ഇത് തുറക്കുമ്പോഴും സ്വരം കേൾക്കും, ഇത് അടയ്ക്കുമ്പോൾ ഇതേമാതിരി തന്നെയുള്ള സ്വരമാണ് കേൾക്കുന്നത്. ഇതാ, ഓക്കെ. അപ്പോൾ ആ ഒരു സ്വരം കേട്ടില്ല. അപ്പോൾ ഇത്രയും അടുത്ത് ഞാൻ വന്നപ്പോൾ അയാൾ എന്നിൽ നിന്നൊരു 4 അടി മുന്നിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ഇയാളെ വലിയൊരു സ്റ്റാച്ചറുള്ളൊരു വ്യക്തിയല്ല, മെലിഞ്ഞിട്ടൊരു വ്യക്തിയാണ്. വലിയ പിശാചിൻ്റെ ആകാരം തോന്നത്തക്കവണ്ണമൊന്നുമില്ല. വല്ലാത്തൊരു രീതിയായിരുന്നു ഇന്ന്. അപ്പം ഞാൻ എന്നിട്ട് എന്താണേലും ഇത് മുഴുവനും എനിക്കറിയാം അതൊരു പിശാച് തന്നെയായിരുന്നു. കാരണം ഇന്നലെ രാത്രി 23 മണി, കാരണം എൻ്റെ ഫോണ് ഞാൻ എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 24 hours. അപ്പോൾ ഒരു 11 മണി രാത്രി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയായിരുന്നു. ഞാനിതിലെയാണ് അതിൻ്റെ അടി കൂടെ അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് വരുന്ന ഗേറ്റ് അതാണ്. പിന്നെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്, അതിലെ ഒരാൾ ഇതേ പെട്ടി പ്രമാണം കൊണ്ടൊക്കെ വരുന്നുണ്ട്. അത് കാറ് പോയ സ്ഥലം കണ്ടല്ലേ, അങ്ങേ അറ്റത്ത് ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ പോകാറില്ല. എനിക്ക് പോകേണ്ടത് പള്ളിയുടെ അവിടെയോ അല്ലെ അവിടെ പള്ളിയുടെ തൊട്ട് പുറകിലാണ് സൂപ്പർ മാർക്കറ്റ്, ഞങ്ങൾ കാപ്പ് കുടിക്കുന്ന കോഫി ബാർ അവിടെയാണ്. അപ്പോൾ ഈ മെയിൻ ഗേറ്റിൽ കൂടെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ. നടക്കാൻ പോകാനാണെങ്കിൽ പാർക്കിൽ തൊട്ടങ്ങപ്പുറത്തോട്ട് പോയാൽ അവിടെ ഒരു മെട്രോ ലൈനുണ്ട്. ആ മെട്രോ ലൈൻ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. ഇവിടെ നേരെ സിറ്റി സെൻറ്ററിലോട്ട് വെറും 10 മിനിറ്റ്, സെൻട്രൽ സ്റ്റേഷനിൽ ഒരു 15 മിനിറ്റ് പോയ സിറ്റി സെൻറ്ററിലോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും. അതേ ആ കാറൊക്കെ എന്താണ്ട് ഒരു ആംബുലൻസ് ആണെന്ന് തോന്നുന്നു, അത് ഇട്ടിരിക്കുന്ന അവിടെയാണ് മെയിൻ ഗേറ്റ് ഉള്ളത്. പക്ഷേ എൻ്റെ കെട്ടിടം ഇതാണ്. അപ്പോൾ എനിക്ക് വരേണ്ടയില്ല. അപ്പം ഞാൻ എന്നിട്ട് നല്ലോണം തന്നെ പേടിച്ചിട്ട് ഞാൻ ഈശോയുടെ ഒരിക്കൽ കുർബാനയ്ക്ക് എഴുന്നേറ്റ് ലൈനായിട്ട് നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പേടിപ്പിച്ചു കേട്ടോ ഈശോയെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈശോ എന്നോട് പറയാം, അതല്ല നീ പറയേണ്ടത്, സംരക്ഷിച്ചു കേട്ടോ ഈശോയെ എന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഉള്ളത് തന്നെ സംരക്ഷിച്ചു, പക്ഷേ എന്നാലും ഞാൻ പേടിച്ചല്ലോ. അപ്പോൾ ഈശോ എന്നോട്, ഞാൻ കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഈശോയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഞാൻ വിഷമിക്കും കേട്ടോ, എന്നെ ഒത്തിരി അത് മെൻ്റലി സ്ട്രെസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, അത് നീ എന്തിനാ ഇവർ വരുന്നതും ഒക്കെ നീ അത് നോക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ നിന്നെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, ഐ എം പ്രൊട്ടക്റ്റിങ് യു. പിന്നെ നീ എന്തിനാണ് ഇത് കാര്യങ്ങളൊക്കെ തിരക്കാൻ നിൽക്കുന്നത്, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സ് തോന്നി. കാരണം ഇന്ന് കരുണയുടെ പെരുന്നാളാണ്.
നരകം ഇളകിയിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഗ്രൂപ്പിലും ചേർന്നിട്ടുണ്ട് ആ വ്യക്തി. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവ് ഒരു ഇത് തന്നത്, ഒരു സന്ദേശം തന്നത്, നരകം എനിക്ക് എതിരായിട്ട് ഇളകിയിട്ടുണ്ടെന്ന്. നരകം ഇളകി അവിടെ ഇരിക്കട്ടെ, ഇപ്പം ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വന്ന സത്വം പിന്നെ ഒരു ഓടിയിട്ടില്ല, പക്ഷേ ഹൈ സ്പീഡിൽ ലോങ് സ്ട്രൈഡ് എടുത്തിട്ടാണ് നടന്ന്. അപ്പം എൻ്റെ മുന്നിലാണ് പിശാച് നടന്നു പോകുന്നത്. എനിക്കത് 100 എന്താണെന്ന് വെച്ചാൽ തുറക്കാതെ ഒരു സൗണ്ടും കേൾക്കാതെ അത് പിന്നെ ഗേറ്റിനപ്പുറത്ത് ചെന്നു. അപ്പോൾ അതൊരു സ്പിരിറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ സ്പിരിറ്റിനപ്പുറത്ത് ചെന്നപ്പോൾ അതൊരു ഹ്യൂമൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ ദേഷ്യവും, പിശാചുകൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ദേഷ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനിരിക്കുക, പിശാച നിൻ്റെ മുഖം ഒന്ന് എന്നെ കാണിക്കുക, തിരിയുന്നു. അല്ല, തിരിഞ്ഞ് വല്ലതും കണ്ടിരുന്നത് ഞാൻ അവിടെ കാലം ബോധം കെട്ട് കിടക്കേ ഉള്ളായിരുന്നു. എന്ത് മുഖമായിട്ടാണ് കാണാൻ പോണേന്ന് ആര് കണ്ട്. ഏതായാലും ഒന്നും മിണ്ടിയില്ല, ദൈവം എന്നെ കൊണ്ട് ഒന്നും പറയിച്ചില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിറങ്ങിയ, ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈശോയോട് അങ്ങയുടെ കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിറങ്ങിയ, കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തെയും വിലാവിൽ നിറങ്ങിയ തിരുജലത്തെയും തിരുരക്തത്തെയും ഞാൻ ചുംബിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് ഒരുങ്ങി. അത് അധികം നേരം ഉണ്ടായില്ല, കാരണം സമയം ഉണ്ടായില്ല. പിന്നെ ഞാൻ പോയി നാഗമ്പടം പൂവത്തെങ്കിൽ അച്ഛൻ്റെ അത് ഇപ്പോൾ അവർ നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ പെരുന്നാളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അത് കുർബാന ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. എന്നാലും എനിക്ക് ചില അത്യാവശ്യങ്ങൾ അവിടെ ഇരുന്ന് കാണാൻ പറ്റിയില്ല, കാരണം എനിക്ക് അല്ലെങ്കിൽ മാസത്തിന് ഞാൻ താമസിക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. അങ്ങനെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു അരൂപി അരൂപിയായിട്ട് എൻ്റെ മുന്നിൽ വന്നു, അതിനെന്നെ കഴുത്ത് നെരിച്ച് ഒരു ഭൂതരും ഇവിടെ അറിയത്തില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും കിടന്നുറങ്ങും. 7:45 ഓരോരുത്തരും താഴെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ യാത്ര എങ്ങാനും പോകുന്ന ആൾക്കാർ, ഇപ്പോൾ യാത്ര പോകുന്ന സമയമല്ല, അടുത്ത മാസത്തിൻ്റെ അങ്ങേ മാസം ജൂണിലാണ് ഇവിടെ സ്കൂൾ പൂട്ടണത്. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ വെളുപ്പിനെയൊക്കെ പ്ലെയിനിൻ്റെ ടൈം അനുസരിച്ചൊക്കെ അങ്ങനെ പോകാറുണ്ട്, പുറത്തേക്കൊക്കെ പോകാനാണെങ്കിൽ. അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ഈ സ്യൂട്ട് കേസും ഒക്കെ ആയിട്ട് പോകുന്നത്. ഈ സമയത്ത് ഞാൻ അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞെന്ന് പറഞ്ഞാലും രക്ഷിക്കണമെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനും അവിടെ അങ്ങ് വരില്ല, കാരണം എല്ലാവരും ഉറക്കമായിരിക്കും. ഒരു 10 മണിയാകാതെ ഞായറാഴ്ച ആയതുകൊണ്ട് ആരും എഴുന്നേറ്റ് വരാനും പോകുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ പുള്ളി ഗേറ്റ് തുറക്കാനും പോലും, കാരണം ചാവി ഇതിൻ്റെ കയ്യിലില്ലല്ലോ, ഗേറ്റ് തുറക്കാനും പോലും പറ്റാണ്ട് നിൽക്കാണ്ട് പുറത്തേക്ക് ചാടി കടന്നു പോയത്, അല്ലെ ആ ഗേറ്റിൻ്റെ അഴീൻ്റെ ഇടയിൽ കൂടെ രൂപം പ്രാപിച്ച് പോയത്. ഈ പിശാചുക്കൾക്കൊക്കെ ഏത് രൂപവും പ്രാപിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ രൂപം പ്രാപിച്ച് പുറത്ത് പോയത് എന്തിനാണ് ഈ പാഞ്ഞു പോയതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്നെ അറ്റാക്ക് എന്നെ അപായപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ചെറുത്താനിറ എന്ന കർണയുടെ പെരുന്നാളിലാണ് ഞാൻ 7:45 കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോകണം, അങ്ങപ്പുറത്തല്ലല്ലോ വന്നു, മെയിൻ ഗേറ്റിൻ്റെ അവിടെ അല്ലല്ലോ വന്നു. അപ്പോൾ ഇത് ഒക്കെ സൈഡ് ഗേറ്റുകളാണ് പുറത്തേക്കൊക്കെ പോകാനായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് അവിടെ വന്നത്, എൻ്റെ റൂട്ട് അതാണ്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് എന്നെ വകവരുത്താമെന്ന്, പക്ഷേ എന്താ ചെയ്യാഞ്ഞത്. അവിടെ എന്നെ കഴുത്ത് ഞെരിച്ച് പിടിച്ചിട്ട് കൊന്നാലോ, ഈ കത്തിയും കൊണ്ട് കുത്തി കൊന്നാലോ, വല്ല റിവോൾവറും ഉണ്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊന്നാലോ ഒരു ഭൂതരും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ എന്നെ കളക്ട് ചെയ്ത് കാപ്പി കുടിക്കാൻ പോകാനായിട്ട് വരും. പുള്ളിക്കാരൻ കുളിക്കാനും കയറിയിട്ടേ ഉള്ളായിരുന്നു. ഇന്ന് ഇത്ര നേരത്തെ ആയതുകൊണ്ട് ഇന്ന് കുർബാന എല്ലാ ദിവസവും 8:30-ക്കാണ് ഉള്ളത്, വീക്ക് ഡേയ്സിൽ. ഈ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഈ കുർബാന 8 മണിക്കുള്ളത്. അപ്പം ഞാൻ നേരത്തെ പോകും, പുള്ളി ആ സമയത്ത് റെഡി ആയിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിരുന്നു. ഞായറാഴ്ച അങ്ങനെ ചെയ്താലേ മുഴുവൻ കുർബാന പങ്കുകൊള്ളാൻ പറ്റുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് ഓടിപ്പോയത്? ഞാൻ നടന്നു ചെല്ലുമ്പം എനിക്ക് മുൻപേ വേറെ എന്തിനെങ്കിലും കണ്ടു കാണും. എന്തിനേന്നല്ല, വേറെ ആരെയെങ്കിലും കണ്ടു കാണും. ഒന്നേ അത് ഈശോ ആയിരിക്കാം, അല്ലെങ്കിൽ സാന്ത ഫൗസ്റ്റീനായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധ മിഖായേലായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ കുറേയേറെ മാലാഖമാരായിരുന്നായിരിക്കാം. അപ്പോൾ ആ ഒരു കോട്ടകെട്ടൽ എനിക്കുള്ളത്. നിങ്ങളിത് കേട്ടിട്ട് പേടിക്കണ്ട, നിങ്ങൾ കർണക്കൊന്ത ചെല്ലണം. ഇത് ശുശ്രൂഷകൾക്കുള്ള ഒരു ഭാഗം കൂടിയാണ്. അതാണ് ഞാൻ പറയണത്. എത്രയോ അച്ഛന്മാർ, എൻ്റെ പല വീടുകൾക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നാമല്ലല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ, കാസാമരിയല്ലേ, ജോസ്മിന ചേച്ചി കർണക്കൊന്ത പ്രചരിപ്പിക്കണമെങ്കിൽ പ്രചരിപ്പിച്ചോ, പക്ഷേ ഒരു കാരണവശാലും ഈ പിശാചിനെ ഒഴിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട, ഡേഞ്ചറസ് ആണെന്ന്. എനിക്കറിയാം ഡേഞ്ചറസ് ആണെന്ന്, പക്ഷേ ഞാനിതിൽ ഭയപ്പെടുന്നില്ല. എന്നാണേലും മരിക്കണം. ഇപ്പം ഞാൻ ഈ ഒരു കൗൺസിലിംഗ് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നണത് ഒരു 7 പേരിൽ കൂടുതൽ കൗൺസിലിംഗ് ഞാൻ ചെയ്തു. 7 അല്ലെങ്കിലേ ഉള്ളൂ.
7 പേരിൽ കൂടുതൽ കൗൺസിലിംഗ് ചെയ്തു. കുറേ പേര് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് 2 പേർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര ഓരോ ആത്മാക്കളും നേടിയെടുക്കുമ്പം അതിനെയൊക്കെ പിശാച് പിടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ അതുങ്ങളെല്ലാം ദൈവസന്നിധിയിലോട്ട് വീണ്ടും വാങ്ങി അവരുടെ പ്രശ്നങ്ങൾ പോയി കഴിയുമ്പോൾ അവർ കർത്താവിൽ സ്ഥായിയായിട്ട് ഉറച്ചു നിൽക്കും. ക്രിസ്ത്യാനികളാണിത്, അല്ലാതെ വേറെ ആരും ഒന്നുമല്ല. ക്രിസ്ത്യാനികൾ പോകാത്ത ദൈവങ്ങളില്ലല്ലോ, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ആത്മാവിനെ നേടിയാലും പിശാചിന് അവരോടെല്ലാം ദേഷ്യമുണ്ട്. ഈ അച്ഛന്മാരുടെ മേധത്തൊക്കെ ഞാൻ ഒത്തിരി അച്ഛന്മാരുടെ കേട്ടിട്ടുണ്ട്. ഞാൻ CJ വർക്കി അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ല, നിലവിളി കേൾക്കുന്ന ദൈവം, ആ പുസ്തകത്തിൻ്റെ എഴുതിയ ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇവിടെ നമ്മുടെ കുളത്തുവയലിലിരുന്ന അച്ഛനാണ്, ധ്യാനകേന്ദ്രത്തിൻ്റെ. അദ്ദേഹം പറഞ്ഞിങ്ങനെ ഒരു പിശാചിനെ ഓടിച്ചിട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആണുങ്ങളുടെ സ്വരത്തിലാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. അച്ഛൻ കുരിശെടുത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് കുരിശം കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ പാവം കുഞ്ഞാട് പോലെ അവിടെ കിടക്കുന്നുണ്ട്. കിടന്നിട്ട് അപ്പം അച്ഛൻ വിചാരിച്ച് അനുസരണമുള്ള പിശാചാണല്ലോ, എന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് കണ്ടിട്ട് ഇവന് പ്രാർത്ഥിച്ച്. പക്ഷേ ഈ എങ്ങും തൊടാണ്ട് അവൻ സ്പ്രിങ് എഴുന്നേറ്റ് വരുന്ന കണക്ക് നിന്നേച്ച് എടുത്തൊരു ഓട്ടം ഓടി. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ ടീം അംഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആ പുസ്തകത്തിനകത്ത് കിടക്കുന്നുണ്ട്, വാങ്ങി നോക്ക്. ഇതിൽ നോക്കിയാൽ ആമസോണിൽ നോക്കിയാലും കാണുമായിരിക്കും. അന്നേരം അച്ഛൻ പറഞ്ഞു അവൻ അങ്ങോട്ട് സ്പ്രിങ് പോലെ എഴുന്നേറ്റ് വീട് ഇച്ചിരി അകത്തേക്ക് കയറിയായിരിക്കുന്നത്. റോഡിലോട്ട് ഒരു ഓട്ടം അവൻ ഓടി. ഗേറ്റിൻ്റെ അവിടെ ചെല്ലുന്നതിന് മുന്നേ ടീമിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ വന്ന് പിടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതായാലും ഡെലിവറി ചെയ്തു. അവനെ ഒരു പിശാച് പ്രോസസ്സ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് രാത്രി പിറ്റേ ദിവസം അച്ഛനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, 25 കിലോമീറ്റർ അങ്ങാപ്പുറത്തുള്ള ഒരു ടീമംഗത്തിനാണ്. ടീമംഗം കുസിനിക്കാരനെ വിളിച്ച് വെച്ചു അച്ഛൻ എന്ത് ചെയ്യുന്നു 2 മണി കഴിഞ്ഞപ്പം രാത്രിക്ക്. അപ്പം പറഞ്ഞു അച്ഛൻ്റെ മേടെ കിടന്നുറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ വിളിച്ചാൽ ഒന്നുമില്ല, അച്ഛൻ അവിടെ ഉണ്ടല്ലോ, ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ നേരം വെളുത്ത് കുർബാനയ്ക്ക് പോയപ്പോഴാണ് കൊച്ചങ്ങളും പ്രായമുള്ള അമ്മമാരെല്ലാവരും കൂടെ ഒന്ന് അച്ഛനെ നോക്കിയിട്ട് ഇതുവരെ കാണാത്ത ആളിനെ നോക്കി നമുക്ക് ചിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞില്ല. കുർബാനയും കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോയിട്ട് ബാത്റൂമിൽ കയറി മുഖം നോക്കിയപ്പോഴാണ് മുഖം മുഴുവനും മാന്തി പറിച്ച് കരിവാളിച്ച് വെച്ചിരിക്കുന്നത്. ഒരച്ഛനോട് അതാണെങ്കിൽ കർത്താവ് പറഞ്ഞ വചനം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പച്ചമരത്തിനോട് അതാ കാട്ടിയെങ്കിൽ ഈ ഉണക്കമരത്തിനോട് എന്ത് കാട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷേ ഞാനിതിൽ ഭയപ്പെടുന്നില്ല മക്കളെ. എനിക്ക് പിശാചിനെ ഭയമാണ്. ഞാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളുടെ മേലിലുണ്ട്. കർത്താവിൻ്റെ ചങ്കം നിറങ്ങിയ തിരുരക്തം എനിക്ക് ചുറ്റും കോട്ടയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പിശാച് ഏതാണ്ട് ഉദ്ദേശിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ എന്ത് കാര്യത്തിനാണ് എൻ്റെ മുന്നിൽ ഓടിപ്പോയത്? തിരിഞ്ഞു നോക്കുന്നില്ല. ഓർഡർ ഈ സമയത്ത് ഈ അപ്പാർട്ട് നിങ്ങളിവിടെ എല്ലാം വല്ലോനെയും കാണുന്നുണ്ടോ? ഇത് അപ്പാർട്ട്മെൻറ്റ്, ഇത് വേറൊരു അപ്പാർട്ട്മെൻറ്റ്, ഇത് വേറൊരു അപ്പാർട്ട്മെൻറ്റ്, ഇത് 5 അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇത് ഒരെണ്ണമുണ്ട്. ഇനി ഈ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിൽ ഒരെണ്ണമുണ്ട്. ഇവിടെ 305 കുടുംബങ്ങളാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും കുർബാനയ്ക്ക് പോയാൽ ഇനി അടുത്ത കുർബാന 10 മണിക്കാണുള്ളത്. ഇപ്പോൾ ഇവിടെ 10 ആയിട്ടില്ല. വല്ലവനുമെങ്കിലും 1-2 ഒക്കെ ഇവിടുന്ന് കുർബാനയ്ക്ക് പോകുമായിരിക്കും. ഇത് ആരെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. പുതിയ തലമുറ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അവരുടെ പാരൻസിനൊക്കെ ഏകദേശമൊക്കെ എനിക്കറിയാം, എന്നെ അറിയാം. വഴി കാണുമ്പോൾ അവർ ഗുഡ് മോർണിംഗ് എന്നൊരു വാക്കെങ്കിലും പറയും. അത്രയേ ഉള്ളൂ കാര്യം. അത് അടുത്ത അപ്പാർട്ട്മെൻറ്റ് 5 എണ്ണമുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരെണ്ണം, അതൊരെണ്ണം, ഓക്കെ, ഇതൊരെണ്ണം, പിന്നെ എല്ലാം ഒരേ കണ്ട ഏതാണെന്ന് അതൊരെണ്ണമാണല്ലോ അല്ലേ? ഇതൊരെണ്ണം. അപ്പം 3 എണ്ണം ഇവിടെ ആയല്ലോ. അതാണ് നമ്പർ 1, ഇത് നമ്പർ 2 ആണ്, ഇത് നമ്പർ 3 ആണ്, A3 ആണ്, അത് നമ്പർ 5 ആണ്, അപ്പുറത്ത് കാണുന്ന നമ്പർ 4 ആണ്. ഓക്കെ. ഒരാളങ്ങാണ്ട് പോയിട്ട് പച്ചക്കറി മേടിക്കാൻ പോകാനാണ് വരുന്നുണ്ട്. അപ്പം നിങ്ങളെ കൂടെ എനിക്കുള്ളൊരു കാര്യം, ഒരു കാരണക്കൊണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ ചെയ്യണം. കാരണം ജീവൻ പണയം വെച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ ചെറുത്താൻ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും ശുശ്രൂഷയും തന്നെ നിർത്തത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. ആരാണ്ടൊക്കെ അപ്പോൾ നമ്മുടെ ലിസ്റ്റിലോട്ട് കയറി നീ എന്താ രാസ്യം DH പെർമേ. ഓക്കെ.